യോസേഫ് ദൈവഭയത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ദൈവത്തിനെതിരെ പാപം ചെയ്യാം? ശരീരപരമായ വ്യായാമം ഈ ലോകത്തിൽ മരണത്തോടൊപ്പം അവസാനിക്കുന്നു. പക്ഷേ ദൈവഭക്തിയുടെ പ്രതിഫലം മരണത്തിനപ്പുറത്തേക്കും നേടുന്നു. ദിവസേന വ്യായാമം ചെയ്യുന്നത് കുറച്ചു മാത്രം ലാഭം നൽകുന്നു. എന്നാൽ ദൈവഭക്തി എല്ലാറ്റിനും ലാഭകരമാണ്. ഇപ്പോഴുള്ള ജീവിതത്തിനും വരാനിരിക്കുന്നതിനും വാഗ്ദാനമുണ്ട്. 1 തിമോഥെയോസ് 4:8 അപ്പോസ്തലൻ പൗലോസ് ഈ കത്ത് തിമോഥെയോസിന് എഴുതിയപ്പോൾ ഗ്രീക്ക് സംസ്കാരം ആധിപത്യം പുലർത്തുകയായിരുന്നു. ഗ്രീക്കുകാർ അവരുടെ ശരീര സൗന്ദര്യത്തിനും ശക്തിക്കും വലിയ പ്രാധാന്യം നൽകി. അതിൽ അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രമായുള്ള ശരീരപരമായ വ്യായാമം അനാവശ്യമാണ് എന്ന് പൗലോസ് പറയുന്നില്ല. പകരം അത് കുറച്ച് ലാഭമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശാരീരിക ശക്തി മനസ്സിന്റെ ഭാരങ്ങൾ എടുക്കാൻ, പാപങ്ങൾ ക്ഷമിക്കാൻ അല്ലെങ്കിൽ മരണഭയം നീക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ എത്രത്തോളം ശാരീരികമായി ശക്തനായാലും അവന്റെ ആത്മാവ് ദുർബലമായിരിക്കാം. അതിനാലാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പുറൻ മനുഷ്യൻ നശിച്ചു പോകുമ്പോഴും അകത്തെ മനുഷ്യൻ ദിവസേന പുതുക്കപ്പെടുന്നു എന്ന്. ദൈവഭക്തി എന്നതുണ്ടാണ്. ദൈവഭക്തി എന്നത് ദൈവത്തോടുള്ള ഭക്തിയും ബഹുമാനവുമാണ്. അത് വെറൊരു ആചാരമല്ല, ജീവിത രീതിയല്ല. ദൈവഭക്തി ഞങ്ങൾ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ മാത്രമേ കാണിക്കേണ്ടതുള്ളതല്ല. പകരം ദൈവം പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും നമ്മിൽ വസിക്കുന്നുവെന്ന സ്ഥിരമായ ബോധത്തോടെ അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുകയാണ് ദൈവഭക്തി. ദൈവഭക്തി എന്നത് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയും അവന്റെ വചനത്തിന് പൂർണ്ണമായ അനുസരണയിൽ നടക്കുകയും ചെയ്യുന്നതാണ്. ദൈവവചനത്തിൽ പറയുന്നൊരു പ്രധാന സത്യം, ദൈവഭക്തി ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ലാഭകരമാണെന്നതാണ്. ദൈവഭക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മാത്രമേ അനുഭവിക്കുകയുള്ളൂ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. അത് സത്യമല്ല. യഥാർത്ഥ ദൈവഭക്തി ലോകം നൽകാൻ കഴിയാത്ത സമാധാനം നൽകുന്നു. അത് നമ്മെ പാപപരമായ ശീലങ്ങളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ ശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് യോസേഫ്. ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന ഒരാളാനുബോധ. അവന്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം വന്നപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ദൈവത്തിനെതിരെ എങ്ങനെ പാപം ചെയ്യും? ശരീരപരമായ വ്യായാമം ഈ ലോകത്തിൽ മരണം വരെ മാത്രമാണ്. പക്ഷേ ദൈവഭക്തിയുടെ പ്രതിഫലം മരണത്തിനപ്പുറത്തേക്ക് നീളുന്നു. അതിനാലാണ് പൗലോസ് പറയുന്നത്, നശിക്കാത്ത കിരീടം നേടാനാണ് ഞങ്ങൾ ഓടുന്നത്. വിജയം നേടാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പുലർത്തുന്നു. അവര് നശിക്കുന്ന കിരീടം നേടാനാണ് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ നശിക്കാത്തതിനെയൊക്കെയാണ്. 1 കൊരിന്ത്യർ 9:25. ദൈവഭക്തി ഒരു നഷ്ടമല്ല. ഇഹലോകത്തിൽ സമാധാനവും സംരക്ഷണവും നൽകുകയും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അതിനാൽ ഈ ഭൂമിയിലെ ഓട്ടത്തിൽ നമ്മൾ ക്ഷീണിക്കരാ. നശിച്ചുപോകുന്ന കാര്യങ്ങളിൽ നമ്മളുടെ സമയം നഷ്ടപ്പെടുത്താതെ നശിക്കാത്ത കാര്യങ്ങൾക്കായാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. കാരണം ഈ എല്ലാം ഒടുവിൽ ഇല്ലാതാകുമെന്ന് നമുക്കറിയാം. എല്ലാ വിശുദ്ധമായ പെരുമാറ്റത്തിലും ദൈവഭക്തിയിലും നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? 2 പത്രോസ് 3:11. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളൊക്കെയും കൂടെയിരിക്കട്ടെ. ആമേൻ.